ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായി ബോൺലെസ് ചിക്കൻ പീസാണ് വേണ്ടത്. അപ്പോൾ ചിക്കൻ പീസ് നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. വളരെ തിന്നായിട്ടുള്ള പീസായി വേണം കട്ട് ചെയ്യാൻ. അങ്ങനെ എല്ലൊക്കെ കളഞ്ഞ് എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിനായി അല്പം ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, ഒരു കാൽ ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/4 ടീസ്പൂൺ ഓണിയൻ പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി, ഇത്രയും ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്യുക. ഇത് മാരിനേറ്റ് ചെയ്ത് മിനിമം ഒരു ഹാഫ് അവറെങ്കിലും വെക്കണം. എത്ര വെക്കുന്നോ അത്രയും ടേസ്റ്റ്. കുബൂസ് ഉണ്ടാക്കുന്നതിനായി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ, 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് ഇളം ചൂടുവെള്ളം ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. വെള്ളം കുറവാണെന്ന് തോന്നിയാൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്യാം. വീഡിയോയിൽ കാണുന്നത് പോലെ 5 മിനിറ്റ് നേരം നന്നായി കുഴച്ചെടുക്കുക. മാവിൽ എണ്ണ തടവിയ ശേഷം നന്നായി കവർ ചെയ്ത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസിൻ്റെ ഡോ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി കുബൂസ് പരത്തിയെടുക്കാം. അപ്പോൾ ഈ കുഴച്ച് വെച്ച മാവ് 3 വലിയ ബോളായി മാറ്റിയിട്ടുണ്ട്. സാധാരണ കുബൂസിന് വേണ്ടി പരത്തുന്നതിനേക്കാളും അല്പം കൂടി തിക്കായിട്ട് വേണം ഈ സ്നാക്കിന് വേണ്ടി മാവ് പരത്തിയെടുക്കാൻ. ഇനി എന്തെങ്കിലും റൗണ്ട് സാധനം വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ചൂടായ ഒരു പാനിലിട്ട് ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഇതിൻ്റെ 2 സൈഡിലും ബട്ടർ കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കുബൂസും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മിനി കുബൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 2 മണിക്കൂറോളമായി. ഇനി ഇതിന് ഒരു കോട്ടിങ്ങും കൂടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഓണിയൻ പൗഡർ, 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ചെയ്യണം, എന്നാൽ മാത്രമേ ഉപ്പ് എല്ലായിടത്തും ഒരുപോലെ എത്തുകയുള്ളൂ. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അല്പം പാലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ചിക്കൻ ഓരോന്നായി എടുത്ത് ആദ്യം പൊടിയിലേക്കും പിന്നെ മുട്ടയിലേക്കും വീണ്ടും പൊടിയിൽ അങ്ങനെ കോട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ ഓരോ പീസ് ചിക്കനും ഇതുപോലെ ചെയ്യുക. നമ്മളിപ്പോൾ ഏകദേശം എല്ലാ ചിക്കനും ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായാൽ ചിക്കൻ ഓരോ പീസായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ ഇട്ട് ഒന്ന് ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ് അതിൽ നിന്ന് ഇളകിപ്പോരും. അപ്പോൾ എല്ലാ പീസ് ചിക്കനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ തിന്നായി മുറിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് എല്ലാ ചിക്കനും കോരി എടുത്ത് വെക്കാം. ഞാനിവിടെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് നിറക്കാനുള്ള വെജിറ്റബിൾസ് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെജിറ്റബിളിൻ്റെ കൂടി ആവശ്യമുണ്ട്. അതിനായി ടൊമാറ്റോ, ഓണിയൻ, ഇവിടെ കസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലെറ്റ്യൂസ് കിട്ടുവാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഇനി ഇതെല്ലാം തിന്നായി അരിഞ്ഞെടുക്കാം. തിന്നായി വേണം അരിഞ്ഞെടുക്കാൻ. അങ്ങനെ ഓണിയനും ടൊമാറ്റോവും നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ലീഫ് വലുതായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ പോക്കറ്റ് ഉണ്ടാക്കേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ കട്ട് ചെയ്തത്, ഫ്രൈ ചെയ്ത ചിക്കൻ, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്, മയോണൈസ്, പിന്നെ നമ്മുടെ മിനി കുബൂസ്. അപ്പോൾ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി നിറച്ചെടുക്കാം. അപ്പോൾ ഇനി ഈ കുബൂസിൻ്റെ സൈഡൊന്ന് മുറിച്ചിട്ട് ഒരു പോക്കറ്റ് പോലെ ആക്കിയെടുക്കുക. അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ്, മയോണൈസ് ഇവ തേക്കുക. അതിനുശേഷം അതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാ കുബൂസും നമുക്ക് നിറച്ചെടുക്കാം. അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.